ചില ചിരികൾ ഒരിക്കലും മായുകയില്ല. കാലം എത്ര കഴിഞ്ഞാലും മലയാളി മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാത്ത സ്വന്തം വീട്ടിലെ ഒരംഗത്തെ പോലെ നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു നടൻ. ഇന്നസെന്റ് വറീദ് തെക്കേത്തല. പേര് പോലെ തന്നെ നിഷ്കളങ്കമായ ചിരിയുടെ ഉടമ. തൃശ്ശൂരിൻ്റെ തനത് സംസാര ശൈലിയെ മലയാള സിനിമയുടെ മുഖമുദ്രയാക്കിയ അതുല്യ കലാകാരൻ. പോലീസുകാരൻ, കള്ളൻ, മുതലാളി, രാഷ്ട്രീയക്കാരൻ. വെള്ളിത്തിരയിൽ അദ്ദേഹം കെട്ടിയ വേഷങ്ങൾ അനവധിയാണ്. ജീവിതത്തിൽ ഒരു തീപ്പെട്ടി കമ്പനിക്കാരനായി തുടങ്ങി നടനായി, നിർമ്മാതാവായി, താരസംഘടനയുടെ പ്രസിഡന്റായി, ഒടുവിൽ ജനപ്രതിനിധിയായി, പാർലമെന്റിലെത്തി. ക്യാൻസറിനെ പോലും തമാശ കൊണ്ട് നേരിട്ട ആ പോരാളി ജീവിതം കൊണ്ട് നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. ഇവിടെ വെള്ളിത്തിരക്ക് പിന്നിലെ ആ മനുഷ്യൻ്റെ സാധാരണക്കാരനിൽ നിന്ന് ജനനായകനിലേക്കുള്ള ഇന്നസെന്റിൻ്റെ അവിസ്മരണീയമായ ജീവിതയാത്ര ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നു. തൃശ്ശൂർ ശൈലിയിലുള്ള സംസാരവും പ്രത്യേക ശരീരഭാഷയുമായിരുന്നു അദ്ദേഹത്തെ മലയാളിക്ക് പ്രിയങ്കരനാക്കിയത്. 2023 മാർച്ച് 26 75 വയസ്സിൽ വിടവാങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ മലയാളി മനസ്സിൽ ഇന്നും മായാതെ നിലനിൽക്കുന്നു. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ തെക്കേത്തല വറീദ് മാർഗലീത്ത ദമ്പതികളുടെ മകനായി 1948 അദ്ദേഹത്തിൻ്റെ ജനനം. ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂൾ, നാഷണൽ ഹൈസ്കൂൾ, ഡോൺ ബോസ്കോ SNH സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. എന്നാൽ 8ാം ക്ലാസ്സിൽ എത്തിയതോടെ പഠനം നിർത്തുകയായിരുന്നു. പഠനത്തിൽ താല്പര്യമില്ലാതിരുന്ന ഇന്നസെന്റ് ജീവിക്കാൻ പല വഴികൾ തേടിയെങ്കിലും ഒന്നും പച്ചപിടിക്കാതെ വന്നതോടെ ഒടുവിൽ സിനിമാ മോഹവുമായി മദ്രാസിലേക്ക് പോയി. ആദ്യകാലങ്ങളിൽ സിനിമാ രംഗത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി പ്രവർത്തിച്ചു. ഇതിനിടയിൽ കർണാടകയിലെ ദാവൻഗരയിൽ തീപ്പെട്ടി കമ്പനിയും മറ്റു ചില കച്ചവടങ്ങളും ആരംഭിച്ചെങ്കിലും ഒന്നും തന്നെ സാമ്പത്തികമായി വിജയിച്ചില്ല. ഈ അനുഭവങ്ങൾ അദ്ദേഹം തൻ്റെ ആത്മകഥകളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. 1972 പുറത്തിറങ്ങിയ നൃത്തശാല എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമാ പ്രവേശം. പിന്നീട് ഉർവശി ഭാരതി, ഫുട്ബോൾ ചാമ്പ്യൻ, നെല്ല് തുടങ്ങിയ ചിത്രങ്ങളിലും ചെറിയ വേഷങ്ങൾ ചെയ്തു. പിന്നീട് ചില സിനിമകൾ നിർമ്മിച്ചെങ്കിലും കാര്യമായ വിജയം നേടാനായില്ല. 1980കളുടെ 2ാം പകുതിയോടെയാണ് അദ്ദേഹം അഭിനയത്തിൽ കൂടുതൽ സജീവമായത്. 1989 പുറത്തിറങ്ങിയ റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിലെ മന്നാർ മത്തായി എന്ന കോമഡി കഥാപാത്രം ഇന്നസെന്റിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു. പിന്നീട് കിലുക്കത്തിലെ കിട്ടുണ്ണി, ഗോഡ്ഫാദറിലെ സ്വാമി, വിയറ്റ്നാം കോളനിയിലെ കൃഷ്ണൻകുട്ടി, കൂടാതെ ഗജകേസരി യോഗം, കാബൂളിവാല തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ അദ്ദേഹം ഹാസ്യത്തിന്റെ രാജാവായി വളർന്നു. കോമഡി വേഷങ്ങൾക്കൊപ്പം തന്നെ മഴവിൽ കാവടി, ദേവാസുരം തുടങ്ങിയ ചിത്രങ്ങളിലെ സ്വഭാവ വേഷങ്ങളും വില്ലൻ വേഷങ്ങളും അദ്ദേഹം തന്മയത്വത്തോടെ കൈകാര്യം ചെയ്തു. കൂടാതെ മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ മുൻ പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം. 2002 മുതൽ 2018 വരെ ഏകദേശം 16 വർഷത്തോളം അദ്ദേഹം അമ്മയെ നയിച്ചു. ഈ കാലയളവിൽ സംഘടന നേരിട്ട പല പ്രതിസന്ധികളെയും തൻ്റെതായ ശൈലിയിൽ അദ്ദേഹം മറികടന്നു. അഭിനയത്തിന് പുറമെ രാഷ്ട്രീയത്തിലും അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. മുൻപ് 1979 ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പിന്നീട് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല പാർലമെന്റിലും തൻ്റെതായ ശൈലിയിൽ അദ്ദേഹം ശ്രദ്ധേയനായി. എന്നാൽ 2019 നടന്ന തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയായിരുന്നു. 1976 സെപ്റ്റംബർ 26 ആലീസിനെ വിവാഹം കഴിക്കുന്നത്. സോണറ്റ് ആണ് ഏകമകൻ. മികച്ച ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്ന ഇന്നസെന്റ് നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നസെന്റ്, ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും, ചിരിക്കു പിന്നിൽ, കൂടാതെ അർബുദ രോഗത്തെ തമാശയോടെ നേരിട്ട അനുഭവങ്ങൾ പങ്കുവച്ച ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം വലിയ ശ്രദ്ധ നേടിയിരുന്നു. 750-ലധികം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 2 തവണ ക്യാൻസറിനെ അതിജീവിച്ച അദ്ദേഹം കോവിഡ് ബാധയെ തുടർന്നുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരിക്കെ 2023 മാർച്ച് 26 നമ്മെ വിട്ടുപിരിയുകയായിരുന്നു. മലയാളികൾക്ക് എന്നും ചിരിക്കാനും ചിന്തിക്കാനും വക നൽകിയ ആ അതുല്യ കലാകാരന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് എന്നും ഒരു തീരാനഷ്ടമാണ്. മിഥുനം എന്ന ചിത്രത്തിലെ അളിയനും, കല്യാണരാമനിലെ പോഞ്ഞിക്കരയും, മത്തായിച്ചനും, ഗോഡ്ഫാദറിലെ സ്വാമിയും, മണിച്ചിത്രത്താഴിലെ അമ്മാവനുമൊക്കെ മലയാള സിനിമയിലെ ഐക്കോണിക് കഥാപാത്രങ്ങളായിരുന്നു. ഡോക്ടർ പശുപതി, മഴവിൽ കാവടി, സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി, പൊന്മുട്ടയുടെന്ന താറാവ്, വരവേൽപ്പ്, വടക്കു നോക്കി യന്ത്രം, മാലയോഗം, പാപ്പി അപ്പച്ച, പ്രാഞ്ചിയേട്ടൻ, അങ്ങനെ എത്രയെത്ര മറക്കാനാവാത്ത സിനിമകൾ. 5 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിൽ
700-ലധികം സിനിമകളിലൂടെ അദ്ദേഹം നമ്മെ ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു. 2023 മാർച്ച് 26 അദ്ദേഹം വിടവാങ്ങുമ്പോൾ മാഞ്ഞു പോകാത്ത ഒരു കൂട്ടം കഥാപാത്രങ്ങളെയും സ്നേഹത്തിൻ്റെയും നർമ്മത്തിൻ്റെയും ഒരു വലിയ പാഠവുമാണ് അദ്ദേഹം നമുക്കായി ബാക്കി വെച്ചത്. ആ ചിരി മലയാളികളുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കും. മൺമറഞ്ഞ ഈ അതുല്യ കലാകാരൻ്റെ ഏത് കഥാപാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. മറ്റൊരു താരത്തിൻ്റെ ജീവിതകഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.